ഈ കള്ളൻ 3 ദിവസമായി കാറിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു. പുറത്തിറങ്ങാൻ വേണ്ടതെല്ലാം ശ്രമിച്ചെങ്കിൽ കൂടിയും ഒന്നും പ്രാവർത്തികമായില്ല. ചൂട് സഹിക്കാനാവാതെ ക്ഷീണിതനായ സമയത്താണ് കാറുടമ വിളിക്കുന്നത്. ഈ കാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്ലാസ് ആണ്. പുറത്തുനിന്ന് നോക്കുന്നയാൾക്ക് അകത്തുള്ള ഒന്നും കാണാനാവില്ല എന്ന കാര്യം അയാൾ അറിയിച്ചു. ഒപ്പം കാർ ബുള്ളറ്റ് പ്രൂഫും സൗണ്ട് പ്രൂഫുമാണ്. ഇത് കേട്ടപ്പോൾ കള്ളന് ശരിക്കും ദേഷ്യം വന്നു. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കുമെന്ന് കള്ളൻ പറഞ്ഞു. പക്ഷേ ഉടമ ഫോൺ കട്ട് ചെയ്തു. അടുത്ത നിമിഷം കാറിൽ AC ഓണായി. തണുത്ത കാറ്റ് കള്ളനിൽ ആശ്വാസം പടർത്തി. ഉടമ ഭയന്നതിനാലാണ് AC ഓണാക്കിയതെന്ന് അവൻ കരുതി. എന്നിരുന്നാലും തണുപ്പ് നന്നായി കിട്ടാൻ അവൻ പാസഞ്ചർ സീറ്റിലേക്ക് പോയി. എന്നാൽ കുറച്ചു സമയത്തിനകം കാര്യങ്ങൾ മാറി മറിഞ്ഞു. കാറ്റിന്റെ വേഗത കൂടുകയും കാറിനുള്ളിലെ ടെമ്പറേച്ചർ കുറയാനും ആരംഭിച്ചു. അവൻ വേഗം വസ്ത്രം ധരിച്ചതിനു ശേഷം പത്രം കയറി വെന്റുകൾ അടയ്ക്കാൻ ശ്രമിച്ചു. തുടർന്ന് അവൻ തണുപ്പിൽ മരിക്കുമെന്നായപ്പോൾ ഉടമ AC ഓഫ് ചെയ്തിട്ട് അവനെ വീണ്ടും വിളിച്ചു. അവൻ വെള്ളം ആവശ്യപ്പെട്ടെങ്കിലും ഉടമ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു. കള്ളന്റെ പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിച്ചു. അതേസമയം ഒരു പോലീസ് ജീപ്പ് സമീപത്ത് നിർത്തി. അത് കണ്ടതും കള്ളനിൽ ചെറിയൊരു പ്രതീക്ഷ നൽകി. അവൻ മുഴുവൻ ശബ്ദത്തിൽ സഹായം ചോദിച്ചെങ്കിലും പോലീസ് ഒന്നും കേൾക്കാതെ ഫൈൻ ടിക്കറ്റും നൽകിയിട്ട് പോയി. കാരണം കാർ നോ പാർക്കിംഗ് ഏരിയയിലായിരുന്നു. കള്ളൻ വീണ്ടും നിരാശനായി. പക്ഷേ മറ്റൊരു കള്ളൻ അവിടേക്ക് വന്ന് കാറ് തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴും ഭാഗ്യം അവന് തുണയായില്ല. കള്ളനെ ആളുകൾ കാണുകയും പോലീസ് അവനെ പിടിച്ചുകൊണ്ടുപോയി. അവൻ ഇപ്പോഴും കാറിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. രാത്രിയായപ്പോൾ നിരാശയിൽ അവൻ കാറിന്റെ സ്റ്റാർട്ട് ബട്ടണിൽ ഒട്ടനവധി തവണ ഞെക്കിക്കൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായി വണ്ടി ഓൺ ആവുകയാണ്. അവന്റെ മനസ്സിന്റെ ഇടനാഴികകളിൽ അണഞ്ഞു നിന്ന പ്രതീക്ഷയുടെ പ്രകാശം വീണ്ടും ജ്വലിക്കാൻ ആരംഭിച്ചു. അവൻ കാർ റിവേഴ്സ് ഗിയറിൽ ഇട്ടിട്ട് പുറകിൽ നിന്ന ഒരു പോളിലേക്ക് വേഗത്തിൽ ഇടിച്ചു കയറ്റി. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പിൻഭാഗം അയഞ്ഞു. തുടർന്ന് അവൻ ഒറ്റ ചവിട്ടിന് കാറിന്റെ ഗ്ലാസ് തുറക്കുകയും ഒടുവിൽ കള്ളൻ പുറത്തു വരികയുമാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.